ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മരുന്നുണ്ടയാണ്. ഇതിനു മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് കർക്കിടക മാസത്തിലെ മരുന്നുകഞ്ഞിയായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ആയുർവേദ മരുന്നുണ്ടയാണ്. കർക്കിടക മാസത്തിലാണല്ലോ നമ്മൾ ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യുന്നത്. മരുന്നുകഞ്ഞി പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് മരുന്നുണ്ട കഴിക്കുന്നത് കൊണ്ടും. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കൂട്ടാനും ശരീരബലത്തിനും അതുപോലെ തന്നെ നടുവേദന, നീർക്കെട്ടും ഒക്കെ മാറിക്കിട്ടാനും കർക്കിടക മാസത്തിൽ നമ്മൾ മരുന്നുണ്ട കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. അപ്പോൾ ഈ മരുന്നുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. ഞവരരി 1 കപ്പ്, നിലക്കടല 1 കപ്പ്, പിന്നെ എള്ള് 1/2 കപ്പ്, ഇത് അയമോദകം 1/4 കപ്പ്, ഉലുവ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, ആശാളി 1/4 കപ്പ്, പിന്നെ ചതക്കുപ്പ 1/4 കപ്പ്, ഇത് ചെറിയ ജീരകം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മുതിര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ചുക്ക്, ഒരു 10 ഏലക്ക, ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയതാണിത്. ഇത് കരിപ്പെട്ടി, ഇത് 500 ഗ്രാം ഉണ്ട്. നമ്മൾ ആയുർവേദ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കാൻ പാടില്ല, അതിന് പകരം കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുക. ഇത് ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് മട്ടരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. മട്ടരിക്ക് വേവ് കൂടുതലായിരിക്കും, അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഫുൾ ഫ്ലെയിമിലിട്ട് വറുക്കരുത്, കരിഞ്ഞു പോവും. ഞാൻ മട്ടരി 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. 1.5 കപ്പിന് പകരം 2 കപ്പ് ആക്കണേ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ 1 കപ്പ് മതിയെന്നുണ്ടെങ്കിൽ 1 കപ്പും എടുക്കാം. കർക്കിടക മാസത്തിൽ ഇങ്ങനെ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് സന്ധിവേദനയോ അതുപോലെ തന്നെ നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടും. ഇപ്പോൾ അരിയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അരിയും നല്ലവണ്ണം പൊരിഞ്ഞ് വരുമ്പോഴാണ് നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റേണ്ടത്. ഇപ്പോൾ നമ്മുടെ അരി വറുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞവരരി ഇട്ട് കൊടുക്കണം. ഞവരരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഞവരരിക്ക് മട്ടരിൻ്റെ അത്ര വേവ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് പൊട്ടിത്തുടങ്ങിയിട്ട് ഇതിന് ഏകദേശം വെള്ളമൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കടല വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മരുന്നുണ്ടക്ക് മരുന്നിൻ്റെ ഒരു ചവ അധികമായിരിക്കും. കാരണം നമ്മൾ ഉലുവ, ജീരകം, അയമോദകമൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മരുന്നിൻ്റെ ചവ കൂടുതലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മട്ടരി, കടല ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കടലയും വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് മുതിര വറുത്ത് പോരാം. മുതിര ആസ്മയ്ക്കും അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ്, വൃക്കയിലെ കല്ല് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. മുതിരയൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് പെട്ടെന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് എള്ള് വറുത്ത് കോരാം. എള്ളിനൊന്നും അധികം വേവുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കരിയാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എള്ളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതും പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉലുവയാണ് വറുത്തെടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവക്ക് കയ്പ്പുരസം കൂടുതലായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഉലുവ എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് എടുത്താലും മതി. ഉലുവ നെഞ്ചിരിച്ചിലും അതുപോലെ തന്നെ ദഹനം നന്നായിട്ട് നടക്കാനൊക്കെ നല്ലതാണ്.
ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ഞാനിതിലേക്ക്. ഇപ്പോൾ ജീരകവും വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് അയമോദകമാണ്. അയമോദകമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അയമോദകം നമുക്ക് കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ അയമോദകവും വറവായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചതകുപ്പ ഇട്ട് വറുത്ത് കോരാം. അതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ജീരകം പോലെ തന്നെ അധികം വേവൊന്നുമില്ല. ഇതാണ് ചതക്കുപ്പ. ഇത് ദഹനത്തിനും വയറുവേദനക്കും ഒക്കെ നല്ലതാണ്. ഇപ്പം ഇത് വറവായിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആശാളി ചേർത്ത് കൊടുക്കാം. ആശാളി കണ്ടാൽ എള്ള് പോലെ തന്നെയാണ്. ഇത് ബ്രൗൺ കളറായിരിക്കും മാത്രം. ആശാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് ചൂടായി കഴിഞ്ഞാൽ അതുപോലെ പെട്ടെന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചുക്ക് ഇട്ട് കൊടുക്കാം. ചുക്ക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. അധികം നേരമൊന്നും വേണ്ട. അത് ആയതിനു ശേഷം ഒന്ന് കോരി മാറ്റാം നമുക്ക്. ചുക്ക്, ഏലക്ക, നല്ല ജീരകമൊക്കെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് തേങ്ങ കൂടി വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ ഒരു തേങ്ങ കൂടി ചേർക്കാം. തേങ്ങ കൂടുന്നതനുസരിച്ച് നമ്മുടെ മരുന്നുണ്ടൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും. തേങ്ങ ആവശ്യത്തിന് വറവാവണം. അതിനുശേഷം മാത്രമേ നമ്മൾ മരുന്നുണ്ടിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മരുന്നുണ്ട് പെട്ടെന്ന് ചീത്തയാവും. പച്ചത്തേങ്ങ നമ്മൾ ഒരിക്കലും മരുന്നുണ്ടിയിൽ ചേർക്കരുത്. പച്ചത്തേങ്ങ ആയാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. ഇതുപോലെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ തേങ്ങ ആവശ്യത്തിന് വറവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഞാൻ കരിപ്പെട്ടി ഉരുക്കി വെച്ചതാണ്. 1/2 കിലോ കരിപ്പെട്ടി 1/2 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ആയുർവേദ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കരിപ്പെട്ടിയാണ് നല്ലത്. ശർക്കര ഉപയോഗിക്കരുത്. ഇനി വറുത്ത് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണത്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ മരുന്നുകളും പൊടിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയാണ് ആദ്യം പൊടിച്ചെടുക്കുന്നത്. മട്ടരിയും ഞവരരിയും അതുപോലെ തന്നെ ഏലക്ക, ചുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മരുന്നുകൾ കൂടി ഇതുപോലെ പൊടിച്ചെടുക്കണം. കടല ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് മരുന്നിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഓരോ ബോളാക്കി മാറ്റണം. ഇതുപോലെ ഓരോ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. കർക്കിടക മാസത്തിൽ ഓരോ ദിവസവും ഓരോ ഉണ്ട വീതം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ഓരോ ബോളുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇതുപോലെ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. നമുക്കിതുപോലെ പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ പൊടിയായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് അരി കൂടി വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം.
അതുപോലെ തന്നെ ഒരു തേങ്ങയും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മരുന്നിൻ്റെ ചുവയൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.